ഒരു ചെറുപ്പക്കാരൻ ഒരു ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ പ്രസംഗമല്ലേ വളരെ സുന്ദരമാണ്. അപ്പം ഞാൻ അവനിങ്ങനെ നോക്കി അവനോട് പറഞ്ഞു, താങ്ക് യുടാ. അതിനുശേഷം പിറ്റേ ഞായറാഴ്ച അവൻ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതുപോലുള്ള ഈ പ്രസംഗങ്ങളൊക്കെ അതിങ്ങനെ വെറുതെ കളയരുത് അച്ഛാ, ഇത് ഈ പള്ളിയിലുള്ളവർ മാത്രം കേൾക്കേണ്ടതല്ല, വേറെ ഒരുപാട് പേര് കേൾക്കാനുള്ളതാണ്. ഞാൻ അവനെ വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രസംഗം ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, അച്ഛാ അടുത്ത ഞായറാഴ്ച അച്ഛൻ ഏത് കുർബാനയായിരിക്കും? ഈ കുർബാന തന്നെയായിരിക്കും? ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ എൻ്റെ കയ്യിലൊരു വാക്ക്മാൻ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെന്ന് ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവൻ പിറ്റേ ഞായറാഴ്ച വരിക, വന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു വാക്ക്മാനൊക്കെ ഉണ്ട്. അവൻ സ്പീക്കറിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അത് ഓണാക്കി വെച്ച് പ്രസംഗം റെക്കോർഡ് ചെയ്തു. അവൻ കുർബാന കഴിഞ്ഞിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് അവനിങ്ങനെ എന്നെ വല്ലാണ്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമാണല്ലോ, നമുക്കൊരു മനസ്സും ഉണ്ടാവുമല്ലോ. പൊക്കി എന്നെ ഇങ്ങനെ അങ്ങ് വാനോളം ഉയർത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഇടവകയിലെ കൈക്കാരൻ വാതിലിൽ വന്ന് മുട്ടുന്നത്. നമുക്കിഷ്ടാവില്ല. കാരണം നമുക്കിങ്ങനെ ബൂസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൈക്കാരനോട് പറഞ്ഞു, കൈക്കാര ഇപ്പം വരാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചിന്തിക്കേണ്ട, സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് നമുക്കിതൊരു CD ആയിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഇറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ വല്ലാതെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ പള്ളിയുടെ കൈക്കാരൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് കൈക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ അവനെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം, എനിക്കറിയാം. അല്ല അച്ഛനവനെ ശരിക്കും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? അല്ല ശരിക്കും അറിയാമോ എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ എനിക്ക് പരിചയമില്ല, 3-4 ആഴ്ചയായിട്ട് അവൻ ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ട്. അച്ഛാ അവൻ കഴിഞ്ഞ 13 വർഷമായിട്ട് മെൻ്റൽ ആശുപത്രിയിൽ നിന്ന് മരുന്ന് കഴിക്കുന്നവനാണ് കേട്ടോ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയും. പ്രിയമുള്ളവരെ, എന്താണ് എനിക്ക് ആ സമയത്ത് പറയേണ്ടത് എന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോന്നിട്ടും അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അവനെ കാണും, അവനോട് സംസാരിക്കും, അവനുമായി സമയം ചെലവഴിക്കും. കാരണം എനിക്കവനെ ഇഷ്ടമാണ്. അവനെ എനിക്കിഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞത് അവൻ എന്നെപ്പറ്റി ഒരുപാട് നല്ലത് പറഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറയാതെ പറയുന്ന, അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സുന്ദരമായൊരു സന്ദേശം ഇതാണ്: മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു കുറുക്കു വഴി ഇവൻ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ്? മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുക. അതേ പ്രിയമുള്ളവരെ, എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരാളെ എനിക്ക് വെറുക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പറ്റിയും നല്ലത് പറയാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്കും എന്നെ വെറുക്കാൻ പറ്റത്തില്ല. നല്ലത് മാത്രം പറഞ്ഞ് ജീവിക്കാൻ പരിശ്രമിച്ചാൽ വെറുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഇവിടെ നിന്നും, ഈ ചുറ്റുപാടിൽ നിന്നും, ഈ ലോകത്തു നിന്ന് തന്നെ നമുക്ക് ആട്ടിപ്പായിക്കാനാവില്ലേ?